നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു മസാജ്, അതിന് ശേഷം നമുക്കൊരു പാക്കായിട്ട് അങ്ങനെ ഇടുക. സ്കിന്നിന് പെട്ടെന്ന് ഗ്ലോ കിട്ടാൻ, നല്ലൊരു തിളക്കം കിട്ടാൻ. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ സ്കിൻ വല്ലാതെ ഡള്ളായിരിക്കുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പെട്ടെന്നാണ് ആ ഡൾനെസ് മാറിയിട്ട് മുഖത്തിന് പെട്ടെന്നൊരു വെളിച്ചം വന്ന പോലെ, ഒരു സൂര്യപ്രകാശം പെട്ടെന്ന് മുഖത്തടിച്ച പോലെ അത്രയ്ക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതന്നെയാണ് ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുക. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് സ്കിന്നിന് അത്ര ഡൾനെസ്സോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഞാൻ വിചാരിച്ചു നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോയോടുകൂടി ഇരിക്കണം, നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ജെല്ലാണിത്. ഈ ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യണതും പാക്കായിട്ട് ഇടുന്നതും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജെല്ലാണിത്. കണ്ടോ, നല്ലൊരു ജെല്ലാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ട്, എൻ്റെ പേര് ദീപ എന്ന. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് നല്ലൊരു മസാജും കൊടുക്കണം മുഖത്തിന്. ഞാൻ അമ്പലത്തിൽ പോവുക, അതിന് മുന്നോടിയായിട്ട് ഫേസിലൊരു മസാജ് കൊടുത്ത് ഒരു പാക്ക് ഇടണം. ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ്. ഞാൻ കുറച്ച് ചേർത്തു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഇതിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ലാണ്. നിങ്ങൾക്ക് ഫ്ലാക്സീഡ് ജെല്ലോ അലോവേര ജെല്ലോ ഏതാ കയ്യിലുള്ള വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണതാണ്. അപ്പോൾ ഫ്ലാക്സീഡ് ജെല്ല്, അയ്യോ ഇത് മൊത്തത്തിലേക്ക് പോയി, നമുക്ക് കുറച്ചൊന്ന് മാറ്റാം. നല്ലൊരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതൊന്ന് കുറച്ച് മാറ്റി നമുക്ക് ഫ്ലാക്സീഡ് ജെല്ലും നമ്മുടെ ഒലിവ് ഓയിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്നാണ് നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ മുഖത്തേക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഭോപ്പാലിൽ അയ്യപ്പ മന്ദിറിൽ പുനരുദ്ധാരണത്തിൻ്റെ കുറച്ച് ദിവസത്തെ പൂജകൾ നടന്നുകൊണ്ടിരിക്കുക. 23-ാം തീയതി ലാസ്റ്റ്. ഇന്നലെ കൊടിയേറി അയ്യപ്പൻ്റെ അമ്പലത്തിൽ. അപ്പോൾ 23-ാം തീയതി കൊടിയിറങ്ങുക. അതുവരെ രാത്രിയിൽ ഓരോ പ്രോഗ്രാമുകളും പരിപാടികളും പൂജകളും ഒക്കെ രാവിലെ തൊട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുൻപ് ഇന്നലെ കൊടിയേറിയത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മസാജും ഒരു പാക്കും ഇതന്നെയാണ് ഞാൻ പാക്കായിട്ട് ഇടുന്നത് കേട്ടോ. മസാജ് കൊടുത്ത് അങ്ങനെ പാക്ക് പോലെ ഇട്ടിട്ട് നമുക്കതൊന്ന് 20 മിനിറ്റ് അങ്ങനെ വെച്ച് നമുക്ക് എന്താ പറയുക സ്കിന്നിന് പെട്ടെന്ന് തിളക്കം കിട്ടും. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കണ്ടുല്ലോ, നമുക്ക് ഫ്ലാക്സീഡ് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റാക്കാൻ സഹായിക്കും. നമ്മുടെ ഏജ് അതൊന്ന് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. മുഖത്ത് വരുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കും. സ്കിൻ ടൈറ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് തൂങ്ങിയതാവുമല്ലോ കുറച്ചൊരു പ്രായമാകുമ്പോൾ, അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നല്ലപോലെ സഹായിക്കും. സ്കിൻ നല്ല തിളക്കമായിരിക്കും നമ്മൾ ഈ ഫ്ലാക്സീഡ് ജെൽ ഉപയോഗിക്കുമ്പോൾ. പിന്നെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതാണ് നമ്മുടെ എന്താ പറയുക ഓറഞ്ച് പീൽ പൗഡർ, ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതിൽ. പിന്നെ നമ്മൾക്ക് നമ്മുടെ മുഖത്തിനൊരു തിളക്കവും നല്ലൊരു അലോവേരയുടെ ജെല്ലുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ, ഫ്ലാക്സീഡ് ജെല്ലിൽ വെച്ചാൽ. പിന്നെ ഓയിൽ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ മുഖത്തിന് നല്ലൊരു മോയ്സ്ചറായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഓയിൽ. സ്കിൻ നല്ല അടിപൊളിയായിട്ടിരിക്കാൻ നമ്മുടെ ഒലിവ് ഓയിൽ എനിക്ക് നല്ല സൂട്ടാണ്. ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏതാണെന്ന് വെച്ചാൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ്. മറ്റേ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തോ, ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്കൊരു മസാജ് കൊടുക്കാം. മേപ്പിട്ട് മുകളിലേക്കായിട്ട് നമ്മൾ മസാജ് കൊടുക്കുക. പൊട്ടൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലൊരു മസാജ്. ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി നമ്മൾ ഒരു മസാജ് കൊടുക്കുക. ഒരു 5 മിനിറ്റിൻ്റെ മസാജെങ്കിലും കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ നിറച്ച് മുഖത്ത് ആ ജെല്ലിട്ട് നല്ലൊരു മസാജ് ഇപ്പോൾ കൊടുത്തു. നല്ലൊരു മസാജ് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഖത്തിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കഴുത്തിലും അതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കഴുത്തും മുഖത്തും മസാജ് കൊടുത്ത് ഒരു പാക്ക് ഇട്ടു. ഒരു പാക്ക് പറഞ്ഞാൽ ആ ജെല്ലിന് ഇട്ടു. ഇനി നമുക്കിത് 15-20 മിനിറ്റ് വരെ നമുക്കിത് മുഖത്ത് ഇങ്ങനെ ഇടണം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം മുഖത്തിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഇതെല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടോ. ഇനി നമുക്കിത് കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. ചെറുതായിട്ടൊരു ഓയിലി ഉണ്ടെങ്കിലും അത്രയ്ക്ക് വലുതായിട്ടില്ല. ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ട് നമുക്കിപ്പോൾ രാത്രിയിൽ നമുക്ക് മന്ദിറിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലോ ഒക്കെ പോവുക. നല്ല അടിപൊളിയായിട്ട് തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇത് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നല്ല അടിപൊളി പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല അടിപൊളി നല്ലൊരു മസാജിങ് ജെല്ലും നല്ലൊരു മസാജിങ് പാക്കും ആണിത്. തീർച്ചയായും നിങ്ങൾ അറിയിക്കണം കേട്ടോ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.